നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 6-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇങ്ങനെയാണ്. ആദ്യഘട്ടം അത് സഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നതാണ്. വിജയിച്ച 102 MLA-മാർ ചേർന്നാണ് തങ്ങളുടെ മുഖ്യമന്ത്രിയാകേണ്ട നേതാവിനെ തീരുമാനിക്കേണ്ടത്. ഏറ്റവും വലിയ ഒറ്റകക്ഷി അത് കോൺഗ്രസ് ആയതിനാൽ തന്നെ ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. നിലവിൽ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ പേരുകൾക്കാണ് മുൻഗണന. ഇതിൽ VD സതീശനാണ് ആദ്യ പരിഗണനയുള്ളത്. രണ്ടാം സ്ഥാനത്ത് KC വേണുഗോപാലും മൂന്നാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയുമുണ്ട്. സഭാകക്ഷി നേതാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കണം. തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയും അതോടൊപ്പം തന്നെ മന്ത്രിസഭാ രൂപീകരണവും നടക്കുക. ഇതിനുശേഷം പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനം വിളിച്ചു ചേർക്കും. MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായിട്ട് പ്രോടൈം സ്പീക്കറെ തിരഞ്ഞെടുക്കും. തുടർന്ന് സ്പീക്കർ തിരഞ്ഞെടുപ്പും നടക്കുന്നതാണ്. പുതിയ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമാണ് അടുത്ത പ്രധാന ഘട്ടം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗം നടത്തും. ഇതിന് പിന്നാലെ പുതിയ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണവും നടക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഇവയൊക്കെയാണ്. വാർത്താ അപ്ഡേറ്റ്. വാണിജ്യ സിലിണ്ടർ വില വർധനയിലൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ബുധനാഴ്ച ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കില്ല. മെയ് 6-ാം തീയതി ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അറിയിച്ചു. LPG നിയന്ത്രണം ഹോട്ടൽ മേഖലയെ നേരത്തെ തന്നെ സാരമായിട്ട് ബാധിച്ചിരുന്നു. ഇതിനിടെയാണ് വില വർധനവ് കൂടി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇത് ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് നയിക്കുമെന്നാണ് അസോസിയേഷൻ പറയുന്നത്. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിച്ചതിലാണ് പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുന്നത്. സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില അത് 3000 രൂപ കടന്നിരിക്കുകയാണ്. ഇതോടെ ഹോട്ടൽ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിലയിൽ നിലവിൽ മാറ്റമില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. UDF സർക്കാരിൻ്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലെ നിർണായക തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ കന്നി ബജറ്റിലെ വൻ പ്രഖ്യാപനങ്ങളുമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. UDF മുന്നണി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ തന്നെ തങ്ങളുടെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്രയും അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് ക്ഷേമ പെൻഷൻ തുക 3000 രൂപയായിട്ട് ഉയർത്തുന്നതുമാണ്. അത് വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കാര്യമാണ്. ഇനി അതുപോലെ കോളേജ് വിദ്യാർത്ഥിനികൾക്കാകട്ടെ പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതിക്കൊപ്പം തന്നെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പ്രഖ്യാപിച്ചിട്ടുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് സാധാരണക്കാർ ഏറെ പ്രതീക്ഷയോടെ ഇപ്പോൾ കാത്തിരിക്കുന്ന മറ്റൊന്ന്. അതുപോലെ തന്നെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, അതുപോലെ തന്നെ BPL വിഭാഗത്തിനാകട്ടെ സൗജന്യ ഡയാലിസിസ്, ആൻറ്റി റാഗിംഗ് ആക്ട് നടപ്പിലാക്കൽ, റബ്ബറിന് 300 രൂപ താങ്ങുവില, സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ദിരാ ക്യാൻറ്റീനുകൾ, അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർക്ക് കുറഞ്ഞത് 700 രൂപ ദിവസവേതനം തുടങ്ങിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് പുതിയ സർക്കാരിന് വലിയ സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. മെയ് 12-ന് മുൻപായിട്ട് പുതിയ ഭരണസമിതി അധികാരത്തിലേറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുമ്പോൾ 10-ാം തീയതിയോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതാണ്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരിലൊക്കെ തന്നെ ഒരാളായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നാണ് സൂചന. 21-അംഗ മന്ത്രിസഭ നിലവിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഈ മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാവുകയുള്ളൂ. അതായത് 20-ാം തീയതിക്ക് ശേഷമായിരിക്കും തുക ഗുണഭോക്താക്കളുടെ കൈകളിലേക്കൊക്കെ തന്നെ എത്തിച്ചേരുക. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതിനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പണം അനുവദിക്കേണ്ടത് ഇപ്പോൾ പുതിയ സർക്കാരായതിനാൽ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ധനവകുപ്പിൻ്റെ പ്രത്യേക അനുമതിയോടെ മാത്രമേ തുക കൈമാറുകയുള്ളൂ. കൂടാതെ ഏപ്രിൽ മാസത്തിൽ മുടങ്ങിയ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിതരണം സംബന്ധിച്ചും പുതിയ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വ്യക്തമാകുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ മെയ് മാസത്തെ പുതുക്കിയ വില വിവരങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചു. പുതിയ നിരക്ക് പ്രകാരം ചെറുപയർ കിലോയ്ക്ക് 85 രൂപയ്ക്കും ഉഴുന്ന് 87 രൂപയ്ക്കും ലഭ്യമാകും. കടല 63 രൂപ, വൻപയർ 68 രൂപ, തുവരപ്പരിപ്പ് 83 രൂപ എന്നിങ്ങനെയാണ് മറ്റ് പയർ വർഗ്ഗങ്ങളുടെ വില.
മുളകിന് കിലോയ്ക്ക് 130 രൂപയും മല്ലി അര കിലോയ്ക്ക് 45 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പഞ്ചസാര കിലോയ്ക്ക് 33 രൂപ നിരക്കിൽ ലഭിക്കും. അതുപോലെ വെളിച്ചെണ്ണയുടെ കാര്യമാണെങ്കിൽ 1/2 ലിറ്റർ സബ്സിഡി നിരക്കിലും ബാക്കി 1/2 ലിറ്റർ അത് സബ്സിഡി ഇല്ലാതെയും ചേർത്ത് 1 ലിറ്ററിന് 156 രൂപയാണ് ഈടാക്കുന്നത്. എന്നാൽ നിലവിൽ പൊതുവിപണിയിൽ സപ്ലൈകോയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാണ് എന്നതാണ് ശ്രദ്ധേയം. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ഒരുമിച്ച് നടത്തുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനം. ഏപ്രിൽ 4 മുതൽ ഇതിനുള്ള വിതരണം ആരംഭിച്ചിരുന്നു. ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങാനുള്ള സമയപരിധി ആദ്യം ഏപ്രിൽ 30 വരെയും പിന്നീട് അത് മെയ് 5 വരെയുമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഉപഭോക്താക്കളുടെയൊക്കെ തന്നെ സൗകര്യാർത്ഥം ഇതിൻ്റെ കാലാവധി ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. മെയ് മാസം 15 വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിലെ റേഷൻ വാങ്ങാനായിട്ട് സാധിക്കും. മെയ് 18 മുതൽ മെയ് മാസത്തെ വിഹിതം മാത്രമായി വിതരണം ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വിഹിതം കൈപ്പറ്റാത്തവർക്ക് മെയ് 15-നകം 2 മാസത്തെ റേഷനും ഒരുമിച്ച് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. കൂടിയും മാറ്റമില്ലാതെയും തുടർന്ന് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 13,675 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.